നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീക്ക് ഒരു ചോദ്യമുണ്ട്. ലാസ്റ്റ് വീക്ക് വളരെ ഓപ്പണായിട്ട് പറയാമല്ലോ, 40 points 30 points സംതിങ് ലോസിലാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൽ ചൊവ്വാഴ്ച, തിങ്കളാഴ്ച മാർക്കറ്റില്ല, ചൊവ്വാഴ്ച നമുക്ക് ലോസ് വന്നതിന് ശേഷം മാർക്കറ്റ് വളരെ ടൈറ്റ് ആയിരുന്നു. അന്ന് നമ്മൾ 30 points ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബുധനാഴ്ച ഒരു 10 point ലോസാണ്. അങ്ങനെയാണ് 40 points ലോസ് വന്നിട്ടുള്ളത്. പിന്നെ വ്യാഴാഴ്ച, ഈ ചൊവ്വയും ബുധനും നമ്മളെ സംബന്ധിച്ച് ആ ലോസ് വന്ന ഡേയ്സ് നമ്മൾ വലിയ ലേണിംഗ് കർവായിരുന്നു. ബുധനാഴ്ച അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ 2 ട്രേഡിലാണ് എടുത്തത്. ഒരു CNP ലൈനിലാണ് നമ്മൾ നിന്നത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രേഡ് പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മളത് ഒരു കൺഫ്യൂഷന്റെ പുറത്ത് എക്സിറ്റ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് കയറിപ്പോയി. അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല. കാരണം ശരി, കയറിപ്പോകാണ്ടിരിക്കാൻ പിന്നെ നമ്മൾ ആ സിസ്റ്റം കറക്റ്റ് ആണോ അല്ലോ എന്നാണ് ചോദ്യം അവിടെ. ആൻഡ് ഇന്ന് വെള്ളിയാഴ്ച പെർഫെക്റ്റ്ലി സിസ്റ്റം കറക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് തരം മാർക്കറ്റും എത്ര മോശം മാർക്കറ്റും അതിന് ഏത് രൂപത്തിൽ വന്നാലും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പ്രാപ്തരായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? എനി കൈൻഡ് ഓഫ് മാർക്കറ്റ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ആ ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചയൊക്കെ മാർക്കറ്റ് നമ്മൾ ഈസി ആയിട്ട് പുട്ടുമാരി ഹാൻഡിൽ ചെയ്യും. കൺഫ്യൂഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കതിന് ആവശ്യമില്ല. എന്തിനാ കൺഫ്യൂസ്ഡ് ആവണേ? ഒരു സാധനം അറിയാണ്ടാവുമ്പോഴല്ലേ കൺഫ്യൂസ്ഡ് ആവും, അല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മൊബൈലിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കും. യാതൊരു വക സാധനം വേണ്ട, ടാബും വേണ്ട, ഒരു കുന്തം വേണ്ട, സ്ക്രീനും വേണ്ട, ഒന്നും വേണ്ട, സ്പോട്ട് നമ്പേഴ്സ് ഇല്ല, നത്തിങ്, ലിറ്ററലി നത്തിങ്. ഒരു മൊബൈൽ ഫോണും വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം പറ്റും. ഇവിടെ ഈ കോൺക്ലേവ്, ട്രേഡിംഗ് കോൺക്ലേവ്, മറ്റേത് മറിച്ചത് അത് എന്നൊക്കെ പറഞ്ഞ കുറെ വേട്ടവിളിമാരോട് എടുക്കില്ലേ, അവിടെയൊക്കെ പോയി പരീക്ഷിച്ച് ഇവരെല്ലാവരെയും എങ്ങനെയുണ്ട് സംഗതി എന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ അവസാനം വന്നാൽ മതി. ഏറ്റവും അവസാനം നടക്കൂല, ഞാൻ കുറെ സ്ഥലത്ത് ട്രൈ ചെയ്തു, എനിക്കത് പറ്റുന്നില്ല, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ചെയ്യാൻ, പഠിപ്പിക്കില്ല കേട്ടോ റൈറ്റ് നൗ. അത് ചോദിക്കരുതേ. നിങ്ങളിവിടെയൊക്കെ പഠിച്ച് ഈ പല ആളുകളുണ്ട്, ഈ യൂട്യൂബിലും അവിടെയൊക്കെ അഡ്വർടൈസ് ചെയ്യുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ എടുത്തു പോയിട്ട് ഈ സെബി രജിസ്റ്റേർഡ് RA എന്ന് പറഞ്ഞിട്ട് ഹരിപ്രസാദ് ഉണ്ട്, നമ്പർ 1 ഫ്രോഡ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഓൻ്റെ അടുത്തൊക്കെ പോയി പഠിച്ച് വന്നിട്ട് ചെയ്യുക. ഈ നമ്പർ 1 ഫ്രോഡ് എന്ന് പറയാൻ കാരണം, വെരിഫൈഡ് PL കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അവസരം ഞാൻ രജിസ്റ്റേർഡ് RA ചെയ്യുന്ന സംഭവം എന്നും പറഞ്ഞിട്ട് ചെയ്തിരുന്നു. ഞാൻ രജിസ്റ്റേർഡ് PL ഫോളോ ചെയ്തിരുന്നു സെറോദയിൽ. സോറി, നമ്മളെ വെരിഫൈഡ് PL സെറോദയിൽ ഫോളോ ചെയ്തിരുന്നു. എന്നും ലോസാ 30,000, 40,000, 25,000, 50,000, 18,000 ഇങ്ങനെ ലോസ്. ഒരു ദിവസം കൊണ്ട് 70,000 പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ലോസ്. അങ്ങനെ പുള്ളിയ പരിപാടി നിർത്തി. മനസ്സിലായില്ലേ? പറയുമ്പോൾ നല്ല മാർക്കറ്റാ. നമ്മളാ സമയത്ത് വേറെ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പിടിവിട്ടി ആകെ തലപൊട്ടിയൊക്കെ ആയിരുന്നു. അത് വേറെ സാർ. ഞാനും ആ സമയത്ത് ലോസിനാണ്, വലിയ വർത്താനം പറയുന്നില്ല. കാരണം ആ സമയം എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് വേറെ സബ്ജക്ട്. നമ്മളെ വാട്സപ്പിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പലതും അത്തരം കാര്യങ്ങൾ, അത് വീഡിയോയിൽ ഓപ്പണായി പറയാൻ പറ്റില്ല, അത് മോശമല്ലേ. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ നമ്മളതിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പെട്ടുപോയതാണ്. മനസ്സിലായില്ലേ? ആൻഡ് റൈറ്റ് നൗ അടിപൊളി. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചത് നല്ലതിനാണ്. കാരണം ഇനി അത് രണ്ടാമത് എഫക്ട് ചെയ്യുന്ന ചോദിച്ചാൽ നെവർ, ലൈഫിൽ എഫക്ട് ചെയ്യില്ല. കാരണം ദാറ്റ്സ് ബ്ലോക്ക്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ ഇന്നൊരു പയ്യൻ ട്രേഡിന്റെ ഇടയിൽ ട്രേഡ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനെന്തോ ക്യാപിറ്റൽ ചോദിച്ചു, 20 lakhs എന്ന് പറഞ്ഞു. ഞാൻ ക്യാപിറ്റൽ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അറേഞ്ച് ചെയ്യണം. ഉള്ളത് പറഞ്ഞാൽ പോരെ, ഇല്ലാത്ത വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് വിടുക. നിങ്ങൾ ഇനിയിപ്പോ ഒരു 50,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് തരും, നമുക്ക് പ്രശ്നമൊന്നുമില്ല കാര്യത്തില്. ക്യാപിറ്റലിന് ചോദിക്കുമ്പോൾ ഉള്ളത് പറയാ, ഇങ്ങനെയാണ്, ഇന്ന മാതിരിയാണെന്ന് പറയാ, സത്യം പറയാ, കാര്യമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് 10,000 രൂപയുള്ള, നമ്മൾ ചെറിയ ആളുള്ള, നമ്മൾ ചെറിയ ട്രേഡ്സ് ആണ്. ഈ വേട്ടാവിളിനെ അത് വിശ്വസിച്ചിട്ട് പിന്നെ എന്റെ പക്കിട്ട് ഇടാൻ തുടങ്ങിയില്ലേ. അപ്പം പിന്നെ എന്നെ പഠിപ്പിക്കലായി. നിങ്ങൾ എന്തിനാണ് ഷിജുമോൻ സാറെ ചീത്ത വിളിച്ചേ? നിങ്ങൾ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു. എടാ, ഈ ഷിജുമോൻ എന്ന് പറയുന്ന ഇത്രയും വലിയ ലോക പ്രശസ്ത കേരള ട്രേഡറില്ലേ, ഇവിടെ നിർത്തിപ്പോയി. ഓനിപ്പോ ഏതോ US മാർക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിർത്തിയാൻ ടെലഗ്രാമിൽ ഞാൻ കുറെ കാലം ഉണ്ടായിരുന്നതാണ്. വെറുതെ കുത്തിരുന്നിട്ട് മാർക്കറ്റ് മോളിൽ പോട്ടോ. ഇറ്റ്സ് മൈ വ്യൂ. നമ്പർ ഉണ്ടായില്ല, സ്ട്രൈക്ക് ഉണ്ടായില്ല, നിഫ്റ്റിക്ക് നമ്പർ ഉണ്ടായില്ല, ഒരു കുന്ത അവിടെ ഇല്ല. പിന്നെ നീ ലോക പ്രശസ്ത ബിഗ് ട്രേഡർ എന്ന് പറഞ്ഞിട്ട് നീ അവൻ എങ്ങനെ ഫോളോ ചെയ്യും? സി വെദർ ഹി ഈസ് മേക്കിംഗ് മണി ഓർ നോട്ട് ഇവിടെ ക്വസ്റ്റ്യനേ അല്ല. അഡ്വൈസറിൽ സംസാരിക്കുമ്പോൾ, ഞാനൊരു അഡ്വൈസറാണ്, അഡ്വൈസറിൽ സംസാരിക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. അതിന് സംസാരിക്കേ. അല്ലാതെ ഷിജു വെദർ PL is green or red,
അതൊരു കൺസേൺ അല്ല. നീ ഇപ്പൊ കാലത്ത് എടുത്തു വന്നിട്ട് മോർണിംഗിൽ ഞാനൊരു 10,000 ക്വാണ്ടിറ്റി പോയാ പോട്ടെ കിട്ടിയ കിട്ടട്ടെ മൈ വ്യൂസ് പോസിറ്റീവ് എടുത്തു വെച്ചാൽ ചിലപ്പോൾ കാശ് കിട്ടും. ഇന്ന് മാർക്കറ്റ് പൊട്ടും, ഓവറോൾ ന്യൂസ് ഇസ് നെഗറ്റീവ്, ഇങ്ങനെ കാര്യങ്ങളുണ്ട്, സോ ഐ ആം ഗോയിങ് ബാരിഷ്, ചിലപ്പോൾ കാശ് കിട്ടും. ഈ വ്യൂ എപ്പോഴാണ് തെറ്റുക? when the market moves sideways ഒക്കെ മുഞ്ചും. ദിസ് ഇസ് റിയാലിറ്റി. ഇവിടെ അറിയേണ്ടത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ. ബേസിക്കലി എവിടേക്ക് പോകും, എവിടെ എൻട്രി ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ഹോൾഡ് ചെയ്യും, എവിടെ ടാർഗറ്റ് മേക്ക് ചെയ്യും, ഇതറിയണം. ഇതറിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ്സിൽ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? എന്റെ മെക്കിട്ട് കയറാണ് ഷിജുവും മരുവാണ്, ഷിജുവിന്റെ മരുവന്റെ മാര് സംസാരിക്കുന്നത്. എന്റെ മാമനെ നിങ്ങൾ ചീത്ത വിളിച്ചു, എനിക്ക് പ്രതികാരം ചെയ്യണം. പ്രാന്തനല്ല. സത്യത്തിൽ എനിക്ക് പിടിവെട്ടിയായിരുന്നു. ഞാൻ ട്രെയിനിന്റെ ഇടയിലുള്ളത് ഞാനെന്തൊക്കെ പറഞ്ഞു, ലൈറ്റ് ആയിട്ടാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഞാൻ ട്രേഡ് തരാം. ഒന്നോ തിങ്കളാഴ്ച ഞാൻ ട്രേഡ് തരും, കൊടുക്കും. അത് കഴിഞ്ഞിട്ട് താൻ ഇങ്ങനെ ഇരിക്കും, അയ്യോ വേണ്ടായിരുന്നു, വെറുതെ ഷിജുവിന് വേണ്ടി അക്കാലത്ത് പിടിക്കാൻ പോയി, ഇപ്പൊ എന്റെ കച്ചവടം പോയല്ലോ എന്ന് പറയുന്ന അവസ്ഥയാക്കും ഞാൻ അവനെ. നോക്കിയോ, ഐ വിൽ ഗിവ് ഇറ്റ്, നോ പ്രോബ്ലം. മനസ്സിലായില്ലേ? നിങ്ങളെന്ത് വിചാരിക്കണേ? നിങ്ങൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമാണ് ഞാൻ അവിടെ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ. ഒരാളെ ആവശ്യമില്ല കേട്ടോ. ഈ സാധനം എനിക്ക് ചെയ്യുന്ന ആളാ, ഞാൻ ചെയ്യുന്ന ആളാ. അതുകൊണ്ട് എന്നെ നന്നാക്കാനായിട്ട് ഇങ്ങോട്ട് ആരും വരണ്ട, ഒരാവശ്യമില്ല. ഞാൻ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പൊളിഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ പല വേട്ടാവിളിയന്മാരുടെ അടുത്തൊക്കെ പോയി, ആൻഡ് എൻഡ് ഓഫ് ദി ഡേ ഐ ലോസ് മൈ മണി. കമാൺ. ഇത് ട്രേഡിംഗ് ആണെന്നും മാർക്കറ്റ് ആണെന്നും നിങ്ങൾ എന്ത് ഏറ്റവും റിസ്ക് ഫ്രീ ബിസിനസ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തത്, ഇവിടെയുള്ള സകല ട്രേഡിംഗ് കമ്മിറ്റി ആളുകളുണ്ട്. ഇവിടെ ഷാരിഖ് ഉണ്ട്, പിന്നെ ട്രേഡ് ടോക്സ് ഉണ്ട്, പിന്നെ മിസ്റ്റർ മാനേജർ മിഥുനുണ്ട്, ഈ പറഞ്ഞ ഷിജുമോഹൻ ആന്റണി ഉണ്ട്, ഈ പറഞ്ഞ ഫ്രോഡ് ഹരിപ്രസാദ് ഉണ്ട്, സകല ആളുകളുണ്ട്. ഓപ്പൺ ചാലഞ്ച് ലൈവില് മാർക്കറ്റ് പ്രഡിക്ഷനിൽ ഓപ്പൺ ചാലഞ്ച്. നമ്മളെ പ്രോസസ് സിമ്പിൾ ആണ്. മാർക്കറ്റിനെ കുറിച്ച് മിണ്ടില്ല, നിഫ്റ്റിയുടെ നമ്പേഴ്സ് മിണ്ടില്ല, ഒരു സാധനമില്ല. ജസ്റ്റ് ഐ വിൽ ഗീവ് ദ സ്ട്രൈക്ക്, ഐ വിൽ ഗീവ് ദ പ്രീമിയം, ഐ വിൽ ഗീവ് ദ സ്റ്റോപ്പ് ലോസ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്. കഥ വർത്താനം ഒന്നുമില്ല, ജസ്റ്റ് നമ്പേഴ്സ്. ഓക്കെ, ട്രേഡ് ആക്റ്റീവ് ആവുമ്പോൾ ആക്റ്റീവ് എന്ന് പറയും, നിങ്ങൾ എടുത്തോ. ആൻഡ് ദ റിസൾട്ട് ഈസ് ദിസ്, ദ ടാർഗറ്റ് ഈസ് ദിസ്. സ്റ്റോപ്പ് ലോസ് ഇറ്റ് ഐ വിൽ നോട്ട് മോർ ദാൻ 12 പോയിന്റ്സ്. ഇനി എപ്പോൾ ട്രേഡ് ഇറങ്ങി വരുമ്പോ ഇങ്ങനെ മുകളിൽ നിന്ന് വീഴൂലേ, മുകളിൽ നിന്ന് വീഴുന്ന ട്രേഡ് എപ്പോൾ ചാർജ് ചെയ്യണം? ഓക്കെ, ഇറ്റ്സ് ആക്റ്റീവ്, ബൈ ദാറ്റ്. അപ്പൊ പറയും വീഴുന്ന ട്രേഡ് അപ്പൊ എടുക്കരുത്, നിൽക്കുന്ന ട്രേഡ് അല്ലാതെ പൊട്ടും. We will mention that. Everything, മാർക്കറ്റിന്റെ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തുകൊണ്ട്, ട്രേഡ് ലൈവ് മാർക്കറ്റിൽ നമ്മൾ സംസാരിക്കും. വൈകുന്നേരത്തെ കഥ പറച്ചിലില്ല, വൈകുന്നേരം ഗ്രാഫ് വെച്ചിട്ടുള്ള എന്താ പറയാ മോണിറ്ററിംഗ് ഇല്ല, നത്തിങ്. ഒരു എക്സ്പ്ലനേഷൻസും ഇല്ല. ലൈവില് കംപ്ലീറ്റ് കാര്യങ്ങൾ, ഓൺലി അറ്റ് ലൈവ്. ഇനി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കമ്പ്യൂട്ടർ വേണോ, ലാപ്ടോപ്പ് വേണോ, നിങ്ങൾക്ക് ഇപ്പൊ ടാബ് വേണോ, ഒരുപാട് സെറ്റപ്പ് വേണോ, ഒന്നും വേണ്ട. നീ എന്തും ചെയ്തോ. ജസ്റ്റ് നിനക്ക് ആ പറഞ്ഞ സാധനം ഓൺ ചെയ്യാൻ, മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ, ഒരു ബ്രാക്കറ്റ് ഓർഡറോ അല്ലെങ്കിൽ നോർമലി ഓർഡർ ഇട്ട് ഒരു സ്റ്റോപ്പ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ, ദാറ്റ്സ് എനഫ്. ഇനി ബ്രോക്കർ, നമ്മളെ കൂടെ ഒരു ബ്രോക്കറും വേണ്ട. ഈ സകല ആളുകളും പറയുമ്പോൾ അവരെ ഓൺ ബ്രോക്കറിലാണ് ചെയ്യിക്കുക, കാരണം അവർക്ക് ബ്രോക്കറേജ് വേണം. ഈ ആളിന് മുഴുവൻ പൈസ ഉണ്ടാക്കുന്നത് ബ്രോക്കറേജിലൂടെയാണ്. മനസ്സിലായില്ല? അവരുടെ അടുത്ത് നോക്കിയാൽ ഒരുപാട് ബ്രോക്കറേജ് എല്ലാം അഫിലിയേറ്റഡാ. മനസ്സിലായി? നമ്മൾ ഇതുവരെ ഒരു ബ്രോക്കർ അഫിലിയേഷനും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞു. നമ്മൾ റിയൽ മാർക്കറ്റിൽ ട്രേഡാണ് സംസാരിക്കുന്നത്. റിയൽ മാർക്കറ്റിൽ ട്രേഡ് പണിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം മറ്റേ സാധനം ആവറേജ് മറിച്ചത് തേങ്ങ വാങ്ങിയത് ഒന്നുമല്ല. ലൈവ് ട്രേഡാണ് നമ്മൾ സംസാരിക്കുന്നത്, ലൈവ് മാർക്കറ്റിൽ. അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യാനും വേളത്തിനും നിൽക്കണ്ട, നിങ്ങൾക്ക് ലോസ് ആവുന്നില്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് ഈ മാർക്കറ്റിൽ കാണുന്ന ഒരാളെ പിന്നാലെ പോലെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല, 100% ഗ്യാരണ്ടീഡ് ആണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഫീസ് അടിച്ച് ജോയിൻ ചെയ്യുന്ന ശേഷം കാണിച്ചിട്ടുണ്ടോ, ട്രയൽ ഉണ്ട്, നിങ്ങൾക്ക് മാർക്കറ്റിൽ ഫീൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധങ്ങളുമില്ല. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് അനാവശ്യ വർത്താനം പറഞ്ഞ് ഭ്രാന്താക്കരുത്, അത് നിനക്ക് ലോസ് ആവും. എനിക്കിപ്പം നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എനിക്കിത് ദിസ് ഇസ് സിമ്പിൾ. അനക്കതങ്ങനെ ആയിരിക്കില്ലേ? പക്ഷെ അതുകൊണ്ട് സൂക്ഷിക്കുക.
ഇപ്പൊ ഞാൻ ഷിജുമോനെ പറഞ്ഞു, ഇപ്പൊ ഷിജുമോനെ പറഞ്ഞു, നിന്റെ ഷാരിഖിനെ പറഞ്ഞു, മത്തായിനെ പറഞ്ഞു, മറ്റേ ആൽഗോ ട്രേഡിങ്ങിന്റെ ഒരു 150 വീഡിയോ ചെയ്യുന്നിടത്തുണ്ടല്ലോ മാനേജർ, അവനെ പറഞ്ഞു, സകലാളിയും പറഞ്ഞു. ഹരിപ്രസാദ് മറ്റേ രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആ ഫ്രോഡിനെ കുറിച്ച് സംസാരിച്ചു. എവറി പാർട്ടി. ഇനി എന്താ വേണ്ട എനിക്ക്? കാരണം ഇവർ ചെയ്യുന്നത് മുഴുവൻ ആളുകളെ പറ്റിക്കുകയാണെന്നും ഇവർക്ക് തന്നെ അത് എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ന്യൂസ് ഉറപ്പാണ്. ഇനി അവർക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് പൊള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ. മാർക്കറ്റിൽ സംസാരിക്കാൻ പറ്റാത്തോളം കാര്യം ഇതെന്നെ സംസാരിക്കുമ്പോൾ ഒരു മാറ്റമില്ല. ലൈവ് മാർക്കറ്റിൽ സിമ്പിൾ ഹെഡ്ജ് ഒന്നുമില്ല കേട്ടോ. ഏത് ഒരെണ്ണം മറ്റേതും ഒരെണ്ണം മറിച്ചതും 150 കയ്യിൽ വെച്ചാൽ മതി. സ്ട്രെയിറ്റ് ട്രേഡ്സ് ഏത് സ്ട്രെയിറ്റ് ട്രേഡ്സ്. ഹെഡ്ജ് ചെയ്യുന്ന സമയങ്ങളുണ്ട്, അത് ഡയറക്ഷൻ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന നേരം മാത്രമാണ്, എപ്പോഴും അല്ല. അതൊരു 10-15 ട്രേഡ് എടുക്കുമ്പോൾ ഒരെണ്ണം വരും ചിലപ്പോൾ. അത് പൊട്ടെന്ന് പറയാം. ഇത് തന്നെ ഈ ലെഗ് അത് 10-15 സ്റ്റോപ്പ് ലോസിലാണ് ലെഗ് ഫോം ചെയ്യുക. അത് ആ സിസ്റ്റം അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു കേസ് ഉണ്ട്. അതൊഴിച്ച് വേറെ ഒന്നുമില്ല. മനസ്സിലായില്ല? അല്ലാണ്ട് ഇന്ന വാല്യൂന്റെ ക്ലോസ് ചെയ്യുമ്പോൾ എടുത്തോ, നോ നമ്മൾ പറയും എടുത്തോട്ടോ ടൈം, ഓക്കെ ബൈ. ആ മാർക്കറ്റ് താഴെ ഇറങ്ങി വരും. അപ്പൊ നിങ്ങൾ ഓർഡർ വെച്ചോ, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചോളാൻ പറയും. ട്രേഡാണ് സംസാരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കഥയില്ല. ഈ ചാലഞ്ച് ചെയ്യാൻ സത്യം ഉണ്ടെങ്കിൽ വാ, എന്നിട്ട് സംസാരിക്കാം. അപ്പൊ ഈ ഇവന്മാരെ പിന്നാലെ പോയിട്ട് വലിയ ജയ് വിളിച്ചിറക്കുന്ന ആളുകൾ, നിങ്ങൾ കണ്ണിക്കണ്ട രാഷ്ട്രീയക്കാർക്ക് ഇവന്റെ ജയ് വിളിക്കുന്ന മാതിരി അവന്റെ മക്കൾ വല്ല ലണ്ടനിലും അവിടെയൊക്കെ പഠിക്കുക. ഈ ഇവിടെ കിടന്നിട്ട് ഈ പബ്ലിക് സ്കൂളിൽ പഠിച്ചിട്ട് ജയ് വിളിച്ചിട്ട് വെറുതെ ജീവിതം കൊഞ്ഞിട്ടൊക്കെ കിട്ടച്ചക്ക. മനസ്സിലായില്ലേ? ഇതേ സെയിം. അപ്പൊ ഈ പക്ഷം പിടിക്കാനും ജയ് വിളിക്കാനൊന്നും പോകണ്ട. അവനവന്റെ കച്ചവട, ഇവന്റെ കച്ചവട, എനിക്ക് എന്റെ കച്ചവട. അപ്പൊ ഇതിനാരും ജയ് വിളിക്കാനൊന്നും വരണ്ട. വരിക, നോക്കുക, നിങ്ങൾക്ക് പൈസ കിട്ടുമോ, സ്റ്റേ ഇല്ലേ, പൊക്കോ. നീ എനിക്കെതിരെ വീഡിയോ ചെയ്തോ, ഞാൻ ഫ്രോഡാന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ കൊല്ലം ഇതേ എന്റെ കൂടെയുള്ള ആളുകൾ ലോസാക്കിയിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ, കഴിഞ്ഞ കൊല്ലത്തെ എന്റെ വീഡിയോസ് ഉണ്ട്, ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്റെ ആവശ്യമില്ല, ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ പിരിവെട്ടി പ്രാന്തായി പോയ അവസ്ഥയാ. എനിക്ക് ഞാൻ ആരാന്നും മനസ്സിലാവില്ല, ഞാൻ എന്ത് കാണിക്കണമെന്ന് മനസ്സിലാവില്ല, എനിക്കെന്ത് പറ്റിയെന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. ഇതൊരു യാഥാർത്ഥ്യ. അതേ ഞാൻ തന്നെ ഇന്ന് പറയുന്നത്. എങ്ങനെയാണോ നമ്മൾ മെട്രിക്സിൽ സംസാരിച്ചിരുന്നത് അതിനേക്കാൾ പവർഫുൾ ആയിട്ട്. അന്ന് നമ്മള് സ്ട്രൈക്സിൽ സംസാരിച്ചിരുന്നില്ല, നമ്മൾ മെട്രിക്സ് നമ്മൾ സ്പോട്ടിലായിരുന്നു. ഇന്ന് നമ്മൾ സ്ട്രൈക്കിൽ സംസാരിക്കുന്നു. കുറച്ചു മുമ്പ് സ്ട്രൈക്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സ്പോട്ടിന്റെ വാല്യൂ പറയുമായിരുന്നു, സ്പോട്ട് മാർക്കറ്റ് ചെക്ക് ചെയ്യണമായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഇതൊന്നും വേണ്ട, ഇതൊന്നിന്റെ ആവശ്യമില്ല. I will give you exactly what we are to do, what you are supposed to do. പോരെ? ഒരു ട്രേഡർക്ക്, ഒരു അഡ്വൈസറിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു ട്രേഡർക്ക് എക്സാക്ട്ലി എന്താണോ വേണ്ടേ, ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ കയ്യിൽ നിന്ന് എക്സാക്ട്ലി എന്താണോ വേണ്ടേ, that things you are getting. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ? അപ്പൊ നിങ്ങള് ഒരു പ്രൊഫഷണൽ ട്രേഡർ സപ്പോർട്ട് എടുത്തിട്ട്, ഞാൻ മൊബൈലിൽ നിന്നാണ് ചെയ്യുന്നത്, ഞാൻ 100,000 ജോലിയുടെ ഇടയിലാണ്, എനിക്ക് നിങ്ങൾ ട്രേഡ് തരൂ. യെസ്, ദിസ് ഈസ് എ സ്ട്രൈക്ക്, ദിസ് ഈസ് എ പ്രീമിയം, ഓക്കെ, and you have to buy the premium with stop loss this one, the target is this one. കഥ കഴിഞ്ഞു. ഇത് എടുക്കാനായോ? യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ ടേക്ക് നൗ, ആക്റ്റീവ്. കഥ കഴിഞ്ഞു. അവിടെ പിന്നെ വേറെ വർത്താനില്ല. മനസ്സിലായില്ലേ? അവിടെ വേറെ കഥയില്ല, പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെ സ്റ്റോപ്പ് അടിക്കണം, എക്സിറ്റ് ചെയ്യണം, സംശയമുണ്ട്, ഓക്കെ എക്സിറ്റ്, ഇൻഫർമേഷൻ വരും, അതങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത്ര സിമ്പിൾ ആയിട്ട് ഈ സാധനം ഇന്ന് അവതരിപ്പിക്കുന്നത് എനിക്കറിയില്ല എത്ര വരുന്നുള്ളത്. എന്തായാലും ഈ ട്രേഡിംഗ് കോൺക്ലേവിൽ വരുന്ന ഒരാളും ഇല്ല, ഈ സ്കാൽപ്പേഴ്സിൽ വരുന്ന ഒരാളും ഇല്ല, ഈ പഠിപ്പിക്കുന്ന ഒരാളും ആ ലിസ്റ്റിൽ പെടില്ല. ഈ അമേരിക്കൻ സീൽസിന്റെ ട്രെയിനിങ് പറഞ്ഞ മാതിരിയാ ഈ ബേളം കാണിക്കുന്ന ഒരാളോ ഫീൽഡിലില്ല. ഇനി ആരെങ്കിലും വീട്ടിനകത്ത് ഉണ്ടാവട്ടോ, പുറത്തേക്ക് വരാണ്ട് പിടുത്തം വിട്ട കാശ് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടാവും നമുക്കറിയില്ല. അതുകൊണ്ട് ആരുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ മൈറ്റ് ബി പീപ്പിൾ. ഇവിടെ കാണിക്കുന്ന ആരുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ആളുകളിൽ ആരുമില്ല ഇതിനകത്ത്. മനസ്സിലായില്ല? ഇത് ഇവരുടെ ബേസിക് ആയിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഫിലോസഫി വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് ആർക്കും ഡിഫറൻറ്റ് സംസാരിക്കാൻ പറ്റൂല, കാണിക്കാൻ പറ്റില്ല. ലൈവിൽ കാണിക്കാൻ പറഞ്ഞ എല്ലാവരും വായ്മൂടി മുന്നോട്ടിരിക്കും. എന്നിട്ട് ഞാൻ പി കാണിക്കാം, ഞാൻ മറ്റേത് കാണിക്കാം, ഞാൻ മറിച്ചത് കാണിക്കാം, മറ്റേത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ച ന്യൂസ് ഫാക്ടേഴ്സ് എവറിത്തിങ്.
അപ്പൊ ഇതാ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ ഈ കേൾക്കണവനും പെട്ടു, പറഞ്ഞവനും പെട്ടു, നോക്കിക്കണവനും പെട്ടു, ആർക്കൊന്നും പിടികിട്ടണില്ല. ഇതാണ് ഇവരെ സംസാരിക്കാനുള്ള ചേതോവികാരം, ഇവരെ ഇത്രയും ധൈര്യം കൊടുക്കുന്ന ഫാക്ടർ. ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. വല്ല ഫ്രോഡ്സ് വന്നാൽ മാത്രം ആളുകൾ ബേളം വയ്ക്കാന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും വാലെടുത്തവരും മുഴുവൻ വിളിച്ചപ്പാടാ. ഇവിടെ അതും കൊണ്ട് വരണ്ട. പണി ഇറങ്ങി വന്നോ, ചലഞ്ച് ചെയ്തോ, റെഡി ടു ആക്സെപ്റ്റ് ചാലഞ്ച്. ഓക്കെ ദെൻ ബൈ.